അപ്പൊ അതെ, വയനാട്ടിൽ നിന്നുള്ള ഞങ്ങളുടെ റിപ്പോർട്ടർ കമൽ ഓണസദ്യ ഉണ്ണാനൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ പുറത്തായതുകൊണ്ടും ജോലിയിലായതുകൊണ്ട് എവിടെ നിന്നാണ് ഓണസദ്യ കഴിക്കുന്നത്? എവിടെയോ കറങ്ങുന്നുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് കമലിനോട് തന്നെ ചോദിക്കാം, ഇത് എവിടെയാണ് കമൽ ഉള്ളത് എന്നറിയില്ല. എന്നാലും ഓണസദ്യയുടെ സമയം കമൽ അങ്ങനെ മിസ് ചെയ്യാറില്ല എന്ന് നമുക്ക് ഉറപ്പായതുകൊണ്ട് എവിടെയാണ്? മോത്തി പൂജ എന്തായാലും ഓണാഘോഷം സദ്യയിലേക്ക് കിടക്കുകയാണ്. സമയം 1 മണിയായി, എല്ലാവർക്കും വിശന്ന് തുടങ്ങുന്നുണ്ടാവും. ഞാനിപ്പോൾ കൽപ്പറ്റയിൽ ഡ്യൂട്ടിയിലാണ് തിരുവോണ ദിവസം, അതുകൊണ്ട് തന്നെ വീട്ടിൽ പോയി ഊണ് കഴിക്കാൻ പറ്റില്ല. അപ്പോഴാണ് എവിടെ നിന്ന് സദ്യ ഉണ്ണും എന്ന് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് നല്ല സദ്യന്റെ മണം വന്നത്. കൽപ്പറ്റ നഗരസഭയ്ക്ക് തൊട്ടടുത്തുള്ള വെങ്ങപ്പള്ളി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് EK രേണുകയുടെ രമണിക എന്ന് പറഞ്ഞ വീട്ടിലാണ്. രേണുകേച്ചി എൻ്റെ ബന്ധുവും നാട്ടുകാരിയൊക്കെയാണ്. അങ്ങനെ ഒരു വീട്ടിൽ തന്നെ ഊണ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ സദ്യവട്ടങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു, ഇലയൊക്കെ വെച്ച് എല്ലാവരും ഇരിക്കുകയാണ്. എന്തൊക്കെയാണ് സ്പെഷ്യൽ ഇന്ന്? കമലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അവിയൽ, കൂട്ടുകറി, തോരൻ, സദ്യവട്ടങ്ങളൊക്കെ റെഡിയാണ്. എല്ലാം റെഡിയാണ്. ഇന്ന് രേണുച്ചിന്റെ വീട്ടുകാർ മാത്രമല്ലല്ലോ, കുടുംബക്കാരൊക്കെ ഇവിടെയാണ് ഓണം തോന്നുന്നു അല്ലേ? അതെ, എൻ്റെ ആങ്ങള, ചേച്ചി, കുടുംബക്കാരെല്ലാവരും ഇവിടെ ഉണ്ട്. ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ അല്ലേ, ഇവിടെ ഒരു കല്യാണം നടന്നിട്ട് ആദ്യത്തെ ഓണാന്ന് പറഞ്ഞു. അതെ, എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണാണ്. അഭിവാദിൻ്റെയും അനിതേൻ്റെയും ആദ്യത്തെ ഓണാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതിൽ നിങ്ങളും കൂടി എത്തിയതിൽ വളരെ സന്തോഷം. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള മണവാളിനും മണവാട്ടിയൊക്കെ ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടോ, ആദ്യത്തെ ഓണാണ് അല്ലേ? ആദ്യത്തെ ഓണാണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടാന്ന് വെച്ചിട്ടാണ് ഇന്ന് എല്ലാവരും ഇവിടെ സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അഭിവാദം എന്താ ചെയ്യുന്നത്? ഞാൻ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ പഠിപ്പിക്കുകയാണ്. പേരെന്താ? അനിത. അപ്പോൾ പുതിയ വീട്ടിലെ ആദ്യത്തെ ഓണാണ്. അതെ. അനിതന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ ഓണം കൂടെ? ഇല്ല. അങ്ങോട്ട് പോവോ ഓണം? അപ്പോൾ സദ്യ കൊണ്ട് അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. ബാക്കി കുടുംബക്കാരൊക്കെ എന്തായാലും ഒത്തുകൂടിയിട്ടുണ്ട്. എന്താണ്, എല്ലാവരും കൂടെ ഒന്നിച്ചാണോ ആഘോഷിക്കാറ് ഓണം? ഇവര് കല്യാണത്തിന് മുമ്പ് ഇവർ അങ്ങോട്ട് തറവാട്ടിലേക്ക് വരുമായിരുന്നു. ഇവർ ആദ്യത്തെ ഓണം ആയതുകൊണ്ട് നമ്മൾ ഇവിടേക്ക് വന്ന് എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. അപ്പോൾ ഓണ സദ്യ ഒരുക്കലൊക്കെ എല്ലാവരും കൂടിയാണോ? അതെ. ഇവിടുത്തെ രേണുകേച്ചിയുടെ സഹോദരൻ കൂടിയുണ്ട്. അദ്ദേഹം ഹയർ സെക്കൻഡറി ഡയറക്ടറൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. വയനാട്ടിൽ അറിയപ്പെടുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ ഓണത്തിൻ്റെ ഒരു ഓർമ്മകൾ? നല്ല ഓർമ്മകളാണ്, എപ്പോഴും സന്തോഷം തരുന്ന ഓർമ്മകളാണ്. ഇപ്പോൾ നമ്മൾ അണുകുടുംബങ്ങളിലേക്ക് മാറിയതിനൊക്കെ ശേഷം ഇങ്ങനെ ഒത്തുചേർന്നുള്ള ഒരു ഓണമൊക്കെ കുറവാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ആളുകൾ ഒന്നിച്ച് ഓണാഘോഷിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതെ, ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഒരുമിച്ച് കുടുംബക്കാരെല്ലാവരും ചേർന്ന് ഓണാഘോഷിക്കുന്ന ഇതിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ ചോറ് വിളമ്പുകയാണ് വെച്ചാൽ ഇനിയിപ്പോൾ സമയം കളയണ്ട. അപ്പോൾ എന്തായാലും ഇനി സദ്യയിലേക്ക് കടക്കുകയാണ്. എൻ്റെ നാട്ടുകാരനും കുടുംബക്കാരനും കൂടെയായ കമലിന് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഓണസദ്യ കഴിക്കൂ. മൂത്തിയും പൂജയൊക്കെ അവിടെ വിശന്നിരിക്കുകയായിരിക്കും എനിക്കറിയാം. 1 മണി വായിക്കാൻ കയറുമ്പോൾ ഊണ് കഴിച്ചിട്ടായിരിക്കില്ലല്ലോ കയറിയത്, കഴിക്കാൻ പോകണല്ലേ ഉള്ളൂ. ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇനി കൂടുതൽ സംസാരമൊന്നുമില്ല. നീ സംസാരിച്ച് കൊതി കൂടരുത് കേട്ടോ. ഞാനപ്പോൾ ഊണ് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവരും പെട്ടെന്ന് സദ്യ കഴിക്കാം.